ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പം പിന്നെ അതുമല്ല, ഇപ്പോൾ കുറേ വീഡിയോസിനൊന്നും തീരെ റീച്ചില്ല. 2 ദിവസമായിട്ടിട്ട വീഡിയോയ്ക്ക് തീരെ ഇല്ല. അല്ലെങ്കിൽ റീച്ചൊന്നുമില്ല, എന്നാലും ഒരു 10ൻ്റെ മേലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയുന്നില്ല. അല്ലെങ്കിൽ ഒരു 400-500 കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ അതുപോലും ഇല്ല. അപ്പം എന്തായാലും എൻ്റെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം സബ്സ്ക്രൈബേഴ്സ് തന്നെയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. കുറച്ച് തുണി അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ നമുക്കിത് ആകെ ഇത്ര സ്ഥലമുള്ളൂ വിരിച്ചിടാനുള്ളത്. ഇവിടെ എൻ്റെ 10 മണി 2 ചെടി ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. നമുക്ക് മണ്ണൊന്നും എടുക്കാൻ കിട്ടാത്തതുകൊണ്ട് അപ്പുറത്തുനിന്ന് ചോദിച്ചിട്ടൊക്കെ വാങ്ങിയിട്ടാണ് നട്ടു വെച്ചിട്ടുള്ളത്. ചെടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ നടാനുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പം ഇനി അതാവുകയാണെങ്കിൽ ആവട്ടെ, മണ്ണ് എവിടെയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിവിടെ ഇത്ര സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കാറ്റൊന്നും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം താഴത്ത് കിടക്കട്ടോ. അതുകൊണ്ട് ഇതൊന്നും നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ കണിക്കൊന്ന ഉണ്ടോ പൂത്തെക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വിഷു ആകുമ്പോഴത്തേക്ക് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എല്ലാം പൊഴിയാനായിട്ടുണ്ട്. അതിരാവിലെ ഒന്നും പറയാനല്ലേ, ഇപ്പം സമയം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് രാവിലെ തന്നെ ഗോതമ്പ് ദോശയാണ് കേട്ടോ, തേങ്ങ ഇട്ട ഒറ്റ ദോശയേ ഉള്ളൂ. അപ്പം ഗോതമ്പും തേങ്ങയൊക്കെ ചേർന്നിട്ടൊരു ദോശയാണ്, മധുരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കട്ടൻ ചായയും കൂടെ കുടിക്കാം. അതൊക്കെ കുടിച്ചിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. ഞങ്ങൾ കുളിച്ചിട്ട് വന്നേ. തല കുളിച്ചില്ലേ? ഞങ്ങൾ സുന്ദരമായിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് പോലെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പറ്റുന്ന പോലെ എടുക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നും അറിയില്ല. ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിനെ കൊണ്ട് നോ യൂസ്. കാരണം അതെന്താണെന്ന് എനിക്ക് പറ്റിയെന്ന് എനിക്കെല്ലാം കുറേ ശ്രമിച്ചു നോക്കി, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷെ നടക്കുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീഡിയോസിനൊന്നും വ്യൂസൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇടാതിരിക്കാൻ പറ്റില്ല, ഇടാതിരുന്നാലും നമുക്ക് പ്രശ്നമാണല്ലോ എന്നുള്ളതുകൊണ്ട് നമുക്കിനി മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വരാം. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസമൊന്നും രാവിലെ തന്നെ കുളിക്കാറില്ല കേട്ടോ. കുളിക്കാറില്ല എന്നല്ല, തല കഴുകി കുളിക്കാറൊന്നുമില്ല. വൈകുന്നേരം തന്നെ കുളിക്കാറുള്ളൂ. അപ്പം ഇന്ന് ഞാൻ ഇന്നലെ തല കഴുകാത്തതുകൊണ്ട് രാവിലെ തന്നെ തല കഴുകി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ അച്ചൂടിനെ കുളിപ്പിക്കാമെന്ന് വെച്ച് കുളിച്ചതാണ് കേട്ടോ. പക്ഷെ രാവിലെ കുളിക്കുന്നതൊരു വേറെ സുഖമാണ്. ചില സമയത്ത് മടി പിടിക്കും. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ഈ ഒരു ക്രീം എനിക്ക് ഭയങ്കര എന്ത് സ്മെല്ലാന്ന് പറയാം, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ സ്മെല്ല് കൊണ്ടാണ് ഞാൻ മേത്ത് തേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തേക്കൊന്നുമില്ല, മടിയാണ്. എല്ലാ കാര്യം ഞാൻ എപ്പോഴും പ്രോപ്പറായി ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. തോന്നുമ്പോൾ ചെയ്യും, അങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് കൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ ദിവസവും എന്തായാലും കുളിച്ച് കഴിയുമ്പോൾ മേത്തൊക്കെ തേക്കുന്നത് കേട്ടോ. പിന്നെ ആദ്യം തൊട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, ആകെ ഇത്ര സ്ഥലമൊക്കെ തന്നെ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മൾ ദൈവത്തിന് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ദൈവത്തിനറിയാലോ നമുക്ക് വെക്കാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലയെന്നറിയാലോ. അപ്പം പറ്റുന്ന രീതിക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണി അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ ഉള്ള ആണിയിലൊക്കെയാണ് കേട്ടോ ദൈവത്തിനൊക്കെ തൂക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കുളിച്ചെന്ന് വന്നാൽ എന്നും പ്രാർത്ഥിക്കും. അത് അച്ചോടിനും നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ കുളിച്ച് കഴിയുമ്പോൾ വന്ന് പ്രാർത്ഥിക്കും. പറ്റുന്ന സമയമാണെങ്കിൽ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇവർ വെള്ളം കൂടി അത് എനിക്ക് നിർബന്ധമാണ്. എപ്പോഴും കുപ്പിയിൽ വെള്ളം എടുത്ത് വെക്കാറുണ്ട് ഞാൻ. അങ്ങനെ അതൊക്കെ. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഞാനിപ്പോൾ എന്താ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ തന്നെ അറിയാണ്ട് എണീച്ച് അടിച്ച് വാരിക്ക് പോയി. അപ്പോൾ പിന്നെ വെറുതെ അടിച്ച് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാര്യമൊക്കെ ഞാൻ മറന്നു പോയി കേട്ടോ. എനിക്കങ്ങനെ നമ്മളങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ വലിയ ശീലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മറന്നു പോകും. നമ്മുടെ പണി നമ്മൾ ചെയ്യുമല്ലോ.
എനിക്ക് മെയിനായിട്ടുള്ള ഇവിടെ നേരം പോക്കെന്ന് പറഞ്ഞാൽ അച്ചൂട്ടൻ മാത്രമേ കേട്ടോ. വേറെ പണികളായിട്ടോ പുറത്തെ പണി എടുക്കാന്ന് വെച്ചാൽ അതൊന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പം ഈ സൗണ്ട് കേൾക്കുന്ന അച്ചൂട്ടൻ ഇവിടെ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതിന് എനിക്ക് ഓഫാക്കി വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് കണ്ണം വന്നപ്പം ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇതാ ഞങ്ങൾക്കിവിടെ മെയിനായിട്ട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പകൽ കിടന്ന് ഉറങ്ങും കേട്ടോ ചില ദിവസങ്ങൾ. അപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്നറിയാം, കുറേ നേരം തൊട്ടി കിടക്കണമെന്ന് ഇതാ എവിടെ തൊട്ടി, നമ്മുടെ തുണീൻ്റെ തൊട്ടി, അതിൽ കിടന്നു. അത് കഴിഞ്ഞ് കട്ടിൽ പോയി കിടന്നു. അത് കഴിഞ്ഞ് ഇവിടെ നിലത്ത് വന്ന് കിടന്നു. എന്നിട്ട് 3-4 മണിക്കൂറായി. എന്നിട്ട് ഇവൻ ഉറങ്ങുന്ന കാണുന്നില്ല കേട്ടോ. എനിക്ക് നല്ലോണം ഉറക്കം വന്ന്. അപ്പോൾ ഇനി ഉറങ്ങിയാൽ ശരിയാവില്ല അല്ലേ? ഉറങ്ങോ? ഉറക്കം വേദനുണ്ട്, പക്ഷെ ഉറങ്ങുന്നില്ല. എന്താണോ അറിയില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ പ്രത്യേകിച്ച് നമ്മൾ പണിയെടുക്കുന്ന കാണിക്കാൻ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇന്നലെ ഞാൻ അലക്കാനുണ്ടായതൊക്കെ അലക്കിയതുകൊണ്ട് തന്നെ അങ്ങനത്തെ പണികളും ഇല്ലായിരുന്നു ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആക്കാമെന്ന് വെച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കുറേ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ഈ വരയ്ക്കുന്നത്. കുറേയൊന്നും ഇല്ല ഇതിൽ. ഞാൻ ആദ്യം നല്ലോണം കുറേ ഇരുന്ന് എപ്പോഴും വരയ്ക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അച്ചൂടിന് ഇല്ലാതിരുന്നതുകൊണ്ട് അങ്ങനെ വരുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല, സമയം കിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്, വരയ്ക്കാറുണ്ട്. ഇപ്പോൾ തുടങ്ങിയാണ്ട് പിന്നെ വരയ്ക്കാൻ തുടങ്ങി. പിന്നെ എന്നും എഴുതാറുണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോ പറയാം. എഴുതാറുണ്ട്. അപ്പം മാനിഫെസ്റ്റേഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അത് ചെയ്യാറുണ്ട്. എന്നല്ല, ഞാൻ നാട്ടിൽ പോകുന്ന ഒഴികെയുള്ള ബാക്കി ദിവസങ്ങളൊക്കെ ഞാൻ മാനിഫെസ്റ്റേഷൻ എഴുതാറുണ്ട്. അത് അറിയുന്നവർക്ക് അറിയായിരിക്കും അതെന്താ സംഭവം. അപ്പോൾ അത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാര്യങ്ങൾ ഞാൻ വേണ്ടവർക്ക് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യാറുണ്ട്, എന്നും എഴുതാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെയുള്ള പണിയാണ് ഇത്. ഇപ്പോൾ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ ഞാൻ ഫസ്റ്റ് കുറച്ച് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതിന് വേണ്ടി വാങ്ങിയതാണിത്. അതിനുവേണ്ടി വാങ്ങിയൊരു ബുക്കാണ് മാനിഫെസ്റ്റേഷൻ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ മാനിഫെസ്റ്റേഷൻ എഴുതിയാൽ നമുക്കത് വൃത്താവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നും എഴുതുന്നതുകൊണ്ട് പെട്ടെന്ന് ഡയറി തീർന്നു. അപ്പം സാധാ ബുക്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ സാധാ ബുക്കിലാണ് എഴുതാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ കുറേയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ വന്ന പിന്നെ അത് കീറി കളയും കേട്ടോ ബുക്കൊക്കെ. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റുള്ള ബുക്ക് ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. ഇനിയിപ്പം ഒരു വലിയ ബുക്ക് കൂടെ വാങ്ങണം കേട്ടോ. ഞാൻ എന്നും ചെയ്യാറുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വരച്ച ചിത്രങ്ങൾ ഞാൻ വെറുതെ അതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് ഇത് കണ്ടോ. ഞാൻ ഇതൊക്കെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അധികം ഇല്ല, ആകെ 2-3 വരച്ചിട്ടുള്ളൂ. അപ്പം ഇനി വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ വലിയ ഡ്രോയിങ് ഒന്നല്ല, എന്നാലും പറ്റുന്ന രീതിക്ക് ഇത് ഞാൻ വെറുതെ വരച്ചാണ് കേട്ടോ. ഇത് അത്ര ഇതായില്ല. പിന്നെ ഇത് നമ്മളെ ഗണപതിക്കുട്ടൻ ചെവി എന്തോ പോലെ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ ഇപ്പോൾ തുടങ്ങിയോണ്ടാണ് കേട്ടോ. ഇതിനകത്ത് അധികം ഇല്ലാത്തത്. ആദ്യമൊക്കെ കുറേ വരയ്ക്കുമായിരുന്നു. ആ ബുക്കൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എൻ്റെ നേരം പോക്ക്. പിന്നെ മെയിനായിട്ടുള്ള നേരം പോക്കിൻ്റെ ആള്. അപ്പം കിടന്നുകൊണ്ട് തന്നെ ഉറങ്ങാനല്ല, ഞാൻ അവനെ ഉറക്കാൻ നോക്കി എനിക്ക് ഉറക്കം വന്നു കേട്ടോ. അപ്പോൾ അതാണ് മുഖം എന്തോ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇവിടെ മാങ്ങ പറിക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു, അതെന്തായാലും നോക്കണം. പിന്നെ നമ്മൾ ടെറസിൻ്റെ മേലൊക്കെ ഉള്ളതുകൊണ്ട് അവരകത്തു കൂടെയും കയറിപ്പോയി മാങ്ങ പറിക്കട്ടോ. അപ്പം അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓക്കെ അങ്ങനെ ഓക്കെ. താങ്ക് യു. ആദ്യം മുതൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ ഈ മാവ് പൂക്കുന്ന സമയം മുതലുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂത്തതും കണ്ണിമാങ്ങയായതും മാങ്ങയായതും പിന്നെ പഴുക്ക എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം അത് മാങ്ങ പഴുത്ത് അധികം വലിയ പഴുപ്പൊന്നുമല്ല, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഒന്നും പഴുത്തൊക്കെ കിട്ടാൻ തുടങ്ങി. പക്ഷെ അപ്പോഴത്തേക്കും വവ്വാൽ വെക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ അവർ പറിക്കാമെന്ന് വിചാരിച്ച് ഫുള്ള് പറിക്കാം കേട്ടോ. ഫുള്ളായിട്ട് പറിച്ച് ഇനിയിപ്പോൾ നല്ല മേലെയുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ പറിക്കുമ്പോൾ ഇന്നലെ ഞാൻ ഇതൊരു വെറുതെ ഷോർട്ടായിട്ടൊരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു കൊച്ചിയിലേക്ക് പറിക്കുന്ന കൊയിലാണ്ടിയിലേക്കാണല്ലോ. ശരിക്കും കൊച്ചിയിലേക്ക് പറിച്ചത് കൊയിലാണ്ടിയിലേക്ക് വീണതല്ല, നമ്മുടെ ടെറസിൻ്റെ മേലേക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെന്ന് പറിച്ചപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്കല്ല നമ്മുടെ ഈ ഇവിടേക്ക് വന്ന് കിടക്കുന്നുണ്ട്. അച്ചൂട്ടിന് അവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. മാങ്ങ തെറിച്ച് വരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഇങ്ങനെ അല്ലാതെ
നമ്മുടെ അവിടേക്ക് തന്നെ മാങ്ങ പറിക്കാനും മാത്രം മാങ്ങ ഇങ്ങനെ പറിക്കാറില്ല, തോട്ടി കൊണ്ട് പറിച്ച് അച്ചാറിടും അത്ര തന്നെ, അല്ലാതെ ഇങ്ങനെ പറിച്ചെടുക്കാറില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ പറിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, അവരെങ്ങനെ പറിക്കുന്നത് ഞാൻ കണ്ടില്ല, പക്ഷെ പറിച്ചിട്ട് പോകുന്നത് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ പറിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ആദ്യമായിട്ടല്ല, കഴിഞ്ഞ കൊല്ലമാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്, കാരണം ഇവിടെ വന്ന ശേഷമാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു വീടുണ്ടോ അതുണ്ടല്ലോ, ഹൈവേൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഹൈവേന്ന് കയറി വരുന്ന ഒരു റോഡിലുള്ള വീടാണ് കേട്ടോ. രണ്ടും മറ്റേത് വലിയ ഹൈവേ ആണെങ്കിൽ ഇത് സാധാ നമ്മുടെ വലിയ സൈസ് റോഡുണ്ടല്ലോ, അങ്ങനത്തെ റോഡാണ് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ താഴെ പോയി കഴിയുമ്പോൾ നമുക്ക് വലിയ ചൂടൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ വലിയ ചൂടെടുക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് സൈഡും മരമാണ് കേട്ടോ. ഇപ്പുറത്തെ വീട്ടിലത്തെ മരം റംബൂട്ടാൻ്റെ മരമായി മേലെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. അതും നല്ല, അവിടെ പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് നല്ല വലിയ ചൂട് ഇല്ലാതിരിക്കാം, നമുക്ക് നല്ല സുഖമാണ് കേട്ടോ താഴെ പോയിരിക്കാം. പക്ഷെ ഞാനങ്ങനെ താഴെ പോകാറില്ല, കാരണം ഈ റോഡിലത്തെ പൊടി മൊത്തം മിറ്റത്താണ്. മിറ്റം ചെളി മണ്ണല്ല, പക്ഷെ സിമൻ്റാണ്. എന്നാലും ഫുള്ള് പൊടി ആയതുകൊണ്ട് തന്നെ ഇവൻ മേത്ത് മൊത്തം അഴുക്കാക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കൊണ്ടുപോകാറില്ല. കൊണ്ടുപോകും, വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കൊണ്ടുപോകും, അല്ലാതെ രാവിലത്തത് കൊണ്ടുപോകുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ വെയിലൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ഒന്ന് പോകും, പിന്നെ നമ്മൾ അടിച്ചു വരും. ഇതൊക്കെ തന്നെ താഴെ പോയുള്ള പണികൾ അതേ ഉള്ളൂ. അപ്പം അവിടെ വണ്ടി കൊണ്ട് കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് അവിടെ അധികം നേരം നിൽക്കാനും പേടിയാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോന്ന് കേൾക്കുന്നതുകൊണ്ടാണ് പേടി. കാരണം ഭിത്തിയൊക്കെ ഇടിച്ച് കഴിഞ്ഞ ദിവസം ഒരു പിക്കപ്പൊക്കെ വന്ന് കയറിയത്, അങ്ങനത്തെ ഒക്കെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. കുട്ടീനെ കൊണ്ട് അവിടെ പോയിരിക്കാനൊക്കെ പേടിയാണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ അടിച്ചു വരാൻ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താഴെ പോയപ്പോൾ മേലോട്ട് കയറി വരെ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നും അങ്ങനെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ പോയി നല്ല ഇരുടായ ശേഷമാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു കയറി വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ തുണി കുറേ മടക്കാനുണ്ടായിരുന്നു. അപ്പം പറ്റുന്ന പോലെ ഞാൻ എല്ലാ ദിവസവും തന്നെ തുണി മടക്കാറുണ്ട്, കൂടിപ്പോയ 2 ദിവസം കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസത്തെ തുണിയാണ്. അപ്പം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഉറങ്ങാതെ മടക്കിയാൽ ശരിയാവില്ല. ഞാൻ മടക്കി വെക്കുമ്പോൾ ഇവൻ ഒരു സൈഡിൽ നിന്ന് വാരിക്കൊണ്ട് പോകും. ഇന്നെന്തോ നല്ല മൂടാണ്, അവിടെ കളിക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്തൊക്കെ ചെയ്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും തുണിയൊക്കെ മടക്കി വെക്കണം. പിന്നെ നമുക്ക് ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് തുണി അഴയിലിങ്ങനെ തൂക്കിയിട്ടാൽ നല്ല വൃത്തികേടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൈയോടെ മടക്കി വെക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് അങ്ങനെ ബാഗ് വാങ്ങിയിട്ട്, അല്ലാതെ നമുക്കിവിടെ ഇങ്ങനെ ഭിത്തിയിൽ അലമാരയോ അല്ലെങ്കിൽ ഷോക്കേസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയെങ്കിലും എടുത്ത് വെക്കായിരുന്നു. പിന്നെ നല്ല ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് 2-3 പെട്ടി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു അലമാര, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ. അപ്പോൾ അതിലാണ് ഡ്രസ്സ് അങ്ങനെയൊക്കെ വെക്കുന്നത്. അല്ല നമുക്കിപ്പോൾ അലമാര, പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഒരു സാധനം വാങ്ങാതിരിക്കുന്നതാണ്. കാരണം വാങ്ങാൻ നമുക്ക് പറ്റും, പക്ഷെ വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 10-600 കിലോമീറ്റർ കൊണ്ടുപോകുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പറ്റുന്ന രീതിക്ക് നിൽക്കുക, വേറെ ആരും നമുക്കിവിടെ ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തവരും ഉണ്ടാവും. പക്ഷെ ഞാൻ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. കാരണം നമുക്കിവിടെ ഫ്രിഡ്ജോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. അപ്പം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കണം, അല്ലാതെ തന്നെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് വാങ്ങാം, വേണമെന്ന് പറഞ്ഞാൽ വാങ്ങാതിരിക്കുകയില്ല. പക്ഷെ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടുന്ന് കൊണ്ടുപോകാൻ അത്രയും റിസ്ക് ആയിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല അലമ്പായിരിക്കും കേട്ടോ റൂം കാണാൻ. കാരണം ഇവ ഫുള്ള് നിരത്തിയിട്ട് ഇന്നെന്തായാലും ഈ ചാക്കിലിരിക്കുന്ന ഇവൻ്റെ കളിപ്പാട്ടാണ് കേട്ടോ. ഇഷ്ടം പോലെ വണ്ടിയുണ്ട്, പുറത്തും കുറേ വണ്ടിയുണ്ട്, ആ ചാക്കിൻ്റെ ഉള്ളിലും ഫുള്ള് വണ്ടിയാണ്. പിന്നെ എൻ്റെ മുഖം കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാനങ്ങനെ മുഖത്ത് ഒന്നും ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കാണുമ്പോൾ അത് ചെയ്യുന്നല്ലാതെ ഒരു കാര്യം തന്നെ ഞാൻ ചെയ്യാറൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്തോ മുഖത്ത് നല്ല കുരു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുരു പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഫേസ് പാക്ക് ഇട്ടതാണ് കേട്ടോ. പോകുമെന്ന് അറിയില്ല, നല്ലോണം കുരു വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഇനി അതെങ്കിൽ ഫേസ് വാഷിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫേസ് വാഷ് മാറ്റിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെയാണോ എന്നറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ.
പിന്നെ ഇതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. ഇവയാണെങ്കിൽ എല്ലാം ഒന്നടിച്ച് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓടും. അത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാ മക്കളുള്ള വീടുകളിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ കേട്ടോ. സോറി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കളിക്കാൻ ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ കുറച്ചും കൂടി ഇങ്ങനെ കളിക്കും. അതുകൊണ്ടാണ്. അപ്പം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ തീർക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാരണം എൻ്റെ അടുത്ത് പറഞ്ഞാൽ റെഡിയാണ്, നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് എങ്ങോട്ടാ പോകുന്നത് നോക്കാം. വെറുതെ ഫുഡ് കഴിക്കാൻ അങ്ങനെ ഒരിക്കും. അപ്പം നമുക്ക് പുറത്ത് പോകാം. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് പോയിട്ട് വരാം. റെഡി ആയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയില്ല, കാരണം എനിക്കൊന്നും ഓർമ്മയില്ല, എടുക്കണം എന്നൊന്നും ഓർക്കാറില്ല. അങ്ങനെയാണിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പം എനിക്കെന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് ഒരുങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പിന്നെ അച്ചൂടിന് ട്രെയിൻ കാണണമെന്ന് പറഞ്ഞു. അതാണ് കേട്ടോ എനിക്കറിയില്ലായിരുന്നു എന്താണ്. അപ്പം വണ്ടി കയറി കഴിഞ്ഞപ്പോഴാണ് കണ്ണ് വന്നവടെ അച്ചൂട് പറഞ്ഞു എനിക്ക് ട്രെയിൻ കാണണം, കുച്ചു കാണണം അച്ചാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത്. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവൻ എന്ത് പറഞ്ഞാലും അങ്ങനെ ചെയ്യാറുണ്ട്. ലുലു പോകണം എന്ന് പറഞ്ഞാൽ ലുലു കൊണ്ടുപോകും, അങ്ങനെ കേട്ടോ. അപ്പോൾ അവിടെ പോയി പിന്നെ ഈ കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ പത്മനാഭസ്വാമിയിലാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ആ ട്രെയിനും കണ്ടും അവിടെ നിന്ന് നേരെ തിരിച്ചു വന്നു കേട്ടോ. അതിനാണ് ഇപ്പോൾ പോയത്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ ഞങ്ങൾ പിന്നെ മന്തി കഴിക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ സമയം 12 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ മന്തിയൊന്നും ഇല്ലായിരുന്നു. ഉള്ള കടയിൽ നമ്മൾ പോയില്ല. തിരിച്ചു വന്നപ്പോൾ ഒരു കടയിൽ കഴിച്ചപ്പോൾ അൽഫാം കഴിക്കാൻ വെച്ചു. കണ്ണൻ്റെ കടയിൽ അൽഫാം ഉണ്ടായിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്താണ് പോയി കഴിച്ചോട്ടോ. അങ്ങനെ പിന്നെ 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അൽഫാമും ഇതൊക്കെ കഴിച്ച് ഓരോ ലൈനൊക്കെ പിടിച്ച് ഞങ്ങൾ പിന്നെ അവിടെ പിന്നെ അച്ചൂടിന് ചിക്കനൊക്കെ ഇഷ്ടമുണ്ട്. അപ്പോൾ പകൽ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ വെച്ചൊന്ന് പെട്ടെന്ന് കഴിക്കാൻ കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കാനൊക്കെ കൊടുത്ത് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വന്നപ്പോഴത്തേക്കും 1:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് ഉള്ളൂ. എന്താന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഞാനും ഒരു എൻ്റെയും അവൻ്റെ ഒരു ഇതല്ലേ. പിന്നെ കണ്ണം വന്നു കഴിയുമ്പോഴാണ് ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ രാത്രിയായാലും പകലായാലും കണ്ണം വന്നു കഴിയുമ്പോൾ ഞങ്ങൾ പോകാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കണ്ണന് പകൽ ഡ്യൂട്ടി വ്യത്യാസം ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ ആയത്. അല്ലെങ്കിൽ കണ്ണൻ രാവിലെ 7 മണിക്ക് പോയാൽ 10 മണിക്ക് 11 മണിക്ക് വരും, പിന്നെ 4 മണിക്ക് പോകണം. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എന്നും പറയാനുണ്ട്, എന്തെങ്കിലും Q&A വേണമെങ്കിൽ ചോദിച്ചോളൂ. ചാനലിനെ പറ്റിയിട്ടാണെങ്കിലും ഞങ്ങളെ പറ്റിയിട്ടാണെങ്കിലും ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ അതിനുള്ളത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ വീഡിയോ എത്തുന്നതിനുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നല്ല കളറുണ്ട് കേട്ടോ. അതിൻ്റെ ചിക്കൻ ചിന്നാണേ അതിപ്പോൾ വരാം.